ഇന്ന് നമ്മൾ പരിപ്പ് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. പരിപ്പ് കുത്തിക്കാച്ചിയത്. അതിനായിട്ട് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പരിപ്പ് വേവിക്കുന്ന സമയത്ത് എപ്പോഴും ചേർക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതാവുമ്പോൾ നമുക്ക് പരിപ്പ് തിളച്ചിട്ടിങ്ങനെ കുക്കറിൻ്റെ പുറത്തേക്കൊന്നും തൂവി വരില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഒറ്റ വിസിലേ ആവശ്യമുള്ളൂ. ഒറ്റ വിസിലിൽ തന്നെ നമ്മൾ ഓഫാക്കണം. കാരണം പരിപ്പ് നന്നായിട്ട് വെന്ത് പോകണ്ട, നമുക്ക് കടിക്കാൻ പാകത്തിന് കിട്ടണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിക്കുന്ന വിധത്തിലായിരിക്കണം. വെച്ചാൽ നന്നായിട്ട് അടിഞ്ഞു പോകാണ്ട് എന്നാലേ വേവും വേണം. ഒറ്റ വിസിൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനം ചെറിയുള്ളിയാണ്. അതൊരു 10-20 ചെറിയുള്ളി എത്ര ചേർക്കുന്നോ അതിന് ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഞാനൊരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ച് ചേർക്കുക. അതാണ് കുത്തിക്കാച്ചിയെന്ന് നമ്മൾ പറയുന്നത്. അല്ല, ഇപ്പോൾ കുത്തി തന്നെ എടുക്കണം. മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അരഞ്ഞ് ചാറായിപ്പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കുക. ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നു കഴിഞ്ഞാൽ കടു പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ കളറ് മാറി വരണം. കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് വറുത്തിടാൻ പറ്റുള്ളൂ. കാരണം പരിപ്പും ചെറിയുള്ളിയൊക്കെ ചേരുമ്പോൾ ചെറിയുള്ളി നല്ലോണം വാടിയിട്ടില്ലെങ്കിൽ പരിപ്പ് കേടായിപ്പോവും. അപ്പോൾ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് അധികം വേണ്ട, നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുത്തിയ മുളക്. കുത്തിയ മുളക് എന്ന് വെച്ചാൽ നമ്മളെ വറ്റൽ മുളക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്രഷ്ഡ് മുളക് കിട്ടും. അപ്പോൾ അതും നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ടണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശായിട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുക. മസാല നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ. ഇതിനങ്ങനെ ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല. അതായത് കുത്തിക്കാച്ചിയത് അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാം ചതച്ച് ചേർത്തിട്ട് പരിപ്പും ചേർത്തെടുക്കുന്ന ഒരു കറി. അപ്പോൾ ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തീൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി സംഭവമാണ്. പരിപ്പ് കുത്തിക്കാച്ചിയതെന്ന് ഇതിന് പറയാം. ഇത് പണ്ട് കാലത്തുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു കറി. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസുമായിട്ട് വീണ്ടും വരാം.